ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ബലിപ്പെരുന്നാൾ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനകളും നമസ്കാരങ്ങളും നടന്നു. ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും സന്ദേശം പകർന്നുകൊണ്ട് ലോകമെമ്പാടുമുള്ള ഇസ്ലാം വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി മകൻ ഇസ്മായിലിനെ ബലി കൊടുക്കുവാൻ തയ്യാറായതിന്റെ ത്യാഗസ്മരണയിലാണ് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. പെരുമ്പാവൂർ നത്തേക്കാട്ട് ആർക്കേഡിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് പെരുമ്പാവൂർ മദീന മസ്ജിദ് ഇമാം യൂസഫ് മൗലവി നേതൃത്വം നൽകി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല അവന് നൽകിയത് അള്ളാഹു ചോദിക്കുമ്പോൾ തിരിച്ചു നൽകാനുള്ളതാണ്. ഇതാണ് ഉലൂഹിയ്യത്ത് നൽകുന്ന ഒരു സന്ദേശം. രണ്ടാമത്തേത് വ്യവസായ പശ്ചാത്തലമാണ്. അപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യവസായവുമായി ഉലൂഹിയ്യത്ത് വ്യവസായമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പം നമുക്കറിയാം, നമ്മുടെ ഈ ഉലൂഹിയ്യത്ത് നൽകുന്ന മുസ്ലിങ്ങളായിരിക്കുന്ന ആളുകളാണല്ലോ, അവരവരുടെ മഹല്ല് കേന്ദ്രീകരിച്ച് ഒരു പശു മറ്റേ പോത്തിനെയും അതുപോലെ തന്നെ കാളയെയും ഒക്കെ പരിപാലിക്കുകയും അതിനെ ബലിപെരുന്നാൾ ദിവസം വിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യവസായശാല ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അത് മറ്റിതര ജാതിമത വിഭാഗങ്ങൾക്ക് പ്രയോജനകരമല്ലാത്ത രൂപത്തിൽ സങ്കുചിതമായി അത് അവസാനിക്കുന്നതാണ്. രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഒന്ന്, പശുവിനെ മുസ്ലിങ്ങൾ സാധാരണ മാംസം കഴിക്കാൻ വേണ്ടി പോലും അറക്കാറില്ല. പ്രത്യേകിച്ച് ഉലൂഹിയ്യത്തിനില്ല. കാള, പോത്ത്, ആട്, ഒട്ടകം പോലത്തെ വസ്തുക്കളെയാണ് അവരറക്കുന്നത്. പക്ഷേ മുസ്ലിങ്ങൾക്കെതിരെ മറ്റിതര സംസ്ഥാനങ്ങളിൽ മിക്കവാറും പെരുന്നാൾ ദിവസങ്ങളൊക്കെ ആകുമ്പോൾ ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും വലിയ ആരോപണവും അതുപോലെ തന്നെ ആക്രമോത്സുക സംഘിസവും ഉറഞ്ഞു തുള്ളുന്നത് മുസ്ലിങ്ങൾ പശുക്കളെ അറുത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. മറ്റുള്ളവർ വളർത്തുന്ന മേൽപ്പറഞ്ഞ ഉരുക്കളെ അവർ ചോദിക്കുന്ന സംഖ്യ കൊടുത്ത് വാങ്ങുക മാത്രമാണ് മുസ്ലിങ്ങൾ ചെയ്യുന്നത്. നമ്മളൊക്കെ പത്രത്തിലും ദൃശ്യമാധ്യമങ്ങളിലും ഇപ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ബംഗാളിലും അതുപോലെ തന്നെ ഹരിയാനയിലും ബീഹാറിലും മറ്റിതര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഗോവധത്തെ പിന്തുണച്ചവർ ഇന്ന് കടക്കണിയിലേക്ക് വീഴുകയാണ്. തങ്ങളുടെ കുട്ടികൾക്ക് ബുക്ക് വാങ്ങാൻ പോലും കാശില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിലപിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ലോക ജനതയ്ക്ക് നരബലി നിഷിദ്ധം എന്ന് പഠിപ്പിക്കുന്ന ടീച്ചിങ് ഡേ ആണ് ഈ ഈദുൽ അദ്ഹയുടെ ദിവസം എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയോ അതല്ലെങ്കിൽ മറ്റിതര പ്രവാചകന്മാരുടെയോ വേണമെങ്കിൽ ഈ ഉലൂഹിയ്യത്ത് അള്ളാഹുവിന് നടപ്പാക്കാമായിരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉലൂഹിയ്യത്ത് എന്ന് പറയുന്ന ബലികർമ്മം നടപ്പാക്കിയത് മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെയാണ്. അതിൻ്റെ കാരണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ യഹൂദികളും ക്രൈസ്തവരും മുസ്ലിങ്ങളും ആദരിക്കുന്ന ഒരു പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാ ജാതിമത വിഭാഗങ്ങളും അംഗീകരിക്കുമെന്നതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒരു ഫ്ലാഷ് ബാക്ക് സർപ്രൈസ് എന്നതിനപ്പുറത്തേക്ക് ഈ ഉലൂഹിയ്യത്ത് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ദ്രോഹമുണ്ടാക്കുന്ന ഒന്നല്ല. MLA മനോജ് മുത്തേടൻ പെരുന്നാൾ ആശംസകൾ നേർന്നു. പരസ്പര പങ്കുവെക്കലിന്റെയും ത്യാഗത്തിന്റെയും അടിയുറച്ച വിശ്വാസത്തിന്റെയും പ്രതീകമായിട്ടാണ് ലോകത്തെമ്പാടും ബക്രീദ് ആഘോഷിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് സഹോദര്യവും സഹാനുഭൂതിയുമെല്ലാം ഊട്ടിയുറപ്പിക്കുന്ന ഒരു പുണ്യദിനം കൂടിയാണിന്ന്. അതുകൊണ്ടാണ് ലോകത്തെമ്പാടും ഈ ദിനം ബക്രീദ് എന്ന് പറയുന്ന ഈ വലിയ ആഘോഷ പരിപാടികൾ അതൊരു ത്യാഗത്തിൻ്റെയും പരസ്പരമുള്ള പങ്കുവെക്കലിൻ്റെയും എല്ലാം ദിനമായിട്ട് ആഘോഷിക്കുന്നത്. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതെങ്കിലും തലത്തിൽ ഭക്ഷണത്തിന് വേണ്ടിയുള്ളൊരു സംവിധാനത്തിനപ്പുറത്ത് ഒരു വലിയ വിശ്വാസത്തിൻ്റെ അടിയുറച്ച പൈതൃകത്തെ പേരിക്കൊണ്ടാണ് എല്ലായിടത്തും ഈ ബലിപ്പെരുന്നാളിൻ്റെ ഓരോ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാഹോദര്യവും ഐക്യവും എല്ലാം ഊട്ടിയുറപ്പിക്കാൻ, പരസ്പരം എല്ലാവരെയും ബഹുമാനിക്കാൻ, എല്ലാവർക്കും സഹായമാകാനും പരസ്പരമുള്ള കരുതലും താങ്ങും തണലും ഒക്കെയായി മാറാനുള്ള ഒരു വലിയ പ്രചോദനത്തിൻ്റെ ഒരു വലിയ ആഘോഷമായിട്ടാണ് നമ്മുടെ ബക്രീദ് ആഘോഷങ്ങളെല്ലാം മാറുന്നത്. എല്ലായിടത്തും നടക്കുന്ന ബക്രീദ് ആഘോഷങ്ങൾ ഒരു നാടിനാകെ എല്ലാ മതത്തിലുള്ള മറ്റുള്ള മതത്തിലുള്ള ആളുകൾക്ക് സഹോദരത്തിൻ്റെ വലിയ മഹത്വം വിളിച്ചു പറയുന്ന ആഘോഷങ്ങളാണ്. കുടുംബ സംഗമങ്ങളും സൗഹൃദ സന്ദർശനങ്ങളും വിഭവസമൃദ്ധമായ വിരുന്നുകളും പെരുന്നാളിന് കൂടുതൽ നിറം പകരും. അതോടൊപ്പം തന്നെ അർഹരായവർക്കൊപ്പം സന്തോഷം പങ്കിടുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾക്കും പെരുന്നാൾ ദിനത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം പകരുന്ന ബക്രീദ് സമൂഹത്തിൽ ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുതുവെളിച്ചം പകരുന്നു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.